എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ എക്സസൈസ് 3.7 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈക്വൽ ടു 3 times angle B equal to 2 times angle A plus angle B. Find the three angles എന്നാണ് ചോദ്യം. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു 3 times ആംഗിൾ ബി ഈക്വൽ ടു 2 times ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. അതിനെ നമുക്ക് മാറ്റിയെഴുതാം. 3 times ആംഗിൾ ബി എന്ന് പറയുന്നത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം തന്നെ 2 times ആംഗിൾ എ പ്ലസ് 2 കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുക 2 times ആംഗിൾ ബി. ഇനി ഇതിൽ നമ്മൾ ഇവിടെ 2 ആംഗിൾ ബിയും ഇവിടെ 3 ആംഗിൾ ബി ഉണ്ട്. അപ്പോൾ അത് 3 ആംഗിൾ ബി മൈനസ് 2 ആംഗിൾ ബി ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ. അപ്പോൾ ഇവിടെ 3 മൈനസ് 2 എന്തായി? ആംഗിൾ ബി 1 ടൈം ആയി. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ എ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ട്രയാങ്കിൾ എന്നാണ് ഇവിടെ പറയുന്നത്. ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇതിൽ നമ്മൾ ആംഗിൾ സി എന്ന് പറയുന്നത് 3 ടൈംസ് ആംഗിൾ ബി ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 3 ടൈംസ് ആംഗിൾ ബി എന്നുള്ളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ഈ ആംഗിൾ സീനെ ഞാൻ 3 ആംഗിൾ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈക്വൽ ടു 180. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ എ പ്ലസ് 3 പ്ലസ് 1 4 ആംഗിൾ ബി ഈക്വൽ ടു 180. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇവിടെ ആംഗിൾ ബിന്റെ പ്ലേസിൽ 2 ടൈംസ് ആംഗിൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുക ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ പ്ലസ് 4 ഇൻറ്റു ആംഗിൾ ബി എന്ന് പറയുന്നത് 2 ആംഗിൾ എ ഈക്വൽ ടു 180. ഫ്രം 1 and 2 നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി മാറി? ആംഗിൾ എ പ്ലസ് 4 ആംഗിൾ ബി ആണ് 180 ഉള്ളത്. ഈ ആംഗിൾ ബിക്ക് പകരം നമ്മൾ 2 ആംഗിൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇത് 4 ഇൻറ്റു 2 8 ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പം 9 ടൈംസ് ആംഗിൾ എ ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 180/9 ഈക്വൽ ടു 20. അപ്പോൾ ആംഗിൾ എ 20 ഡിഗ്രി കിട്ടി. ആംഗിൾ എ 20 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ബി ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ എ ആണ്. 2 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അതുപോലെ ആംഗിൾ സി എന്ന് പറയുന്നത് 3 ടൈംസ് ആംഗിൾ ബി ആണ്. 3 ടൈംസ് ആംഗിൾ ബി എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്. അപ്പോൾ 3 ടൈംസ് 40 120. അപ്പോൾ ഇങ്ങനെ 3 ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ആംഗിൾ സി ഈക്വൽ ടു 3 ടൈംസ് ആംഗിൾ ബി ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ആദ്യം നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 3 ടൈംസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ എ പ്ലസ് 2 ടൈംസ് ആംഗിൾ ബി. അതിനുശേഷം ഈ ബിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ എ എന്ന് കിട്ടി. അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഈ ഇതിലുള്ള സീനെ ഞാൻ മാറ്റി കൊടുത്തു. ഇവിടെ ആംഗിൾ സി എന്ന് പറയുന്നത് 3 ടൈംസ് ആംഗിൾ ബി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആംഗിൾ എ പ്ലസ് 4 ടൈംസ് ആംഗിൾ ബി ഈക്വൽ ടു 180. ഇത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഫ്രം 1 and 2 അതായത് ആംഗിൾ ബി ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ എ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ എഴുതിയാലും മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2. അപ്പോൾ ആംഗിൾ എ പ്ലസ് 4 ഇൻറ്റു ആംഗിൾ ബി എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇത് 4 ഇൻറ്റു 2 8 ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എന്ന് പറയുന്നത് 9 ആംഗിൾ എ. 9 ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ഈക്വൽ ടു 180/9 20 കിട്ടി. അതിനുശേഷം ഓരോന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആംഗിൾ ബി എന്ന് പറയുന്നത് 2 ടൈംസ് ആംഗിൾ എ, ആംഗിൾ സി എന്ന് പറയുന്നത് 3 ടൈംസ് ആംഗിൾ ബി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ
ABCD is a cyclic quadrilateral. Find the angles of the cyclic quadrilateral. ഇവിടെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 9th പഠിച്ചിട്ടുള്ളതാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 4y പ്ലസ് 20 ആണ്. 4y പ്ലസ് 20 പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് മൈനസ് 4x ആണ്. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് മൈനസ് 4x ഈക്വൽ ടു 180. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? മൈനസ് 4x പ്ലസ് 4y ഈക്വൽ ടു 180 മൈനസ് 20, അപ്പോൾ 160 ആയി. അപ്പോൾ ഇതിലെല്ലാത്തിലും 4 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മൈനസ് എക്സ് മൈനസ് 4y അല്ല പ്ലസ് 4 മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 1. ആംഗിൾ ബി എന്ന് പറയുന്നത് 3y മൈനസ് 5 പ്ലസ് മൈനസ് 7x പ്ലസ് 5 മൈനസ് 7x പ്ലസ് 5 ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇതിൽ നമുക്ക് മൈനസ് 7x പ്ലസ് 3y, ഈ 5ഉം 5ഉം ക്യാൻസലായി 180. രണ്ട് ഇക്വേഷൻ. അതായത് മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40. അതുപോലെ മൈനസ് 7x ഇതിനെ ഷോർട്ട് ആക്കാൻ കഴിയില്ല. അപ്പോൾ അതങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാം. അവിടെ y ഈക്വൽ ടു 40 പ്ലസ് എക്സ് ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180. അപ്പോൾ മൈനസ് 7x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 120 പ്ലസ് 3x ഈക്വൽ ടു 180. അപ്പോൾ മൈനസ് 4x പ്ലസ് 120 ഈക്വൽ ടു 180. മൈനസ് 4x ഇസ് ഈക്വൽ ടു 180 മൈനസ് 120. അപ്പം നമുക്ക് അവിടെ 60 കിട്ടും. എക്സ് എന്ന് പറയുന്നത് 60 ബൈ മൈനസ് 4 എന്ന് പറയുന്നത് മൈനസ് 15 ആണ്. എക്സ് മൈനസ് 15 കിട്ടി. എക്സ് മൈനസ് 15 കിട്ടിക്കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 40 മൈനസ് 15 ഇസ് ഈക്വൽ ടു 25. വൈ 25ഉം കിട്ടി, എക്സ് മൈനസ് 15ഉം കിട്ടി. ഇനി ഇത് നമ്മൾ ഓരോ ആംഗിളിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സ് മൈനസ് 15ഉം അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് 4y പ്ലസ് 20 ആണ്. 4y പ്ലസ് 20 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25 പ്ലസ് 20 ഇസ് ഈക്വൽ ടു 100 പ്ലസ് 20 120 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 120 ഡിഗ്രി കിട്ടി. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ബി ഈക്വൽ ടു 3y മൈനസ് 5 ആണ്. അപ്പോൾ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്. 3 ഇൻറ്റു 25 മൈനസ് 5. 3 ഇൻറ്റു 25 എന്ന് പറയുന്നത് 75. 75 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 70. അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് 70 ഡിഗ്രി. ഇനി ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറയുന്നത് മൈനസ് 4x ആണ്. മൈനസ് 4x എന്ന് പറയുമ്പോൾ മൈനസ് 4 ഇൻറ്റു എക്സ് എത്രയാണ്? മൈനസ് 15 ആണ്. അപ്പോൾ മൈനസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ആംഗിൾ സി 60 ഡിഗ്രി. ആംഗിൾ ഡി എന്ന് പറയുന്നത് മൈനസ് 7x പ്ലസ് 5 ആണ്. മൈനസ് 7x പ്ലസ് 5 എന്ന് പറയുമ്പോൾ മൈനസ് 7 ഇൻറ്റു മൈനസ് 15 പ്ലസ് 5. ഇപ്പോൾ എത്ര കിട്ടും? 15 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 7 105. 105 പ്ലസ് 5 110. 110 രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ 110 ഡിഗ്രി ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി.
അതായത് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്ത് നമ്മൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ ഓർമ്മിക്കേണ്ടത് സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക. ഏത് മെത്തേഡിൽ വേണമെങ്കിലും സോൾവ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷനോ എലിമിനേഷനോ ഏത് മെത്തേഡിൽ സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ ആംഗിളിൻ്റെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്ര ഡിഗ്രി ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇതിൽ കാര്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ, അതായത് സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാതെ ഉള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അതിൽ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. 152x, അതുപോലെ ഒന്ന് ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. 152x minus 378y equal to minus 74. Minus 74 minus 378x plus 152y equal to minus 604. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനിൽ. ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് രണ്ട് ഇങ്ങനെ മാറി മാറി വരികയാണെങ്കിൽ, എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻ്റ് മാറി മാറി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യും. 1 + 2 ചെയ്യുക. 1 + 2 ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണ്, അപ്പോൾ മൈനസ് ചെയ്യുക. 152 226. അപ്പോൾ ഇവിടെ -226x minus 226y equal to 604. 74 ആഡ് ചെയ്യുന്ന സമയത്ത് 678 -678 കിട്ടും. അപ്പോൾ എല്ലാ ഫുൾ ഇക്വേഷനിലും മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് മൈനസ് ഒഴിവാക്കാം. അതുപോലെ 226 × 3 ആണ് 678. അപ്പോൾ നമുക്ക് ഹോൾ ഇക്വേഷൻ ആ 226 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? x + y = 3. x + y = 3 ആണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷനെ മൈനസ് ചെയ്യാം. ഇക്വേഷൻ 1 - 2 ചെയ്യാം. 1 - 2 ചെയ്യുന്ന സമയത്ത് 152 - -378 എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ആവും. 378 = 530. 530x മൈനസ്, ഇതിലിപ്പോൾ മൈനസ് സൈനാ വരിക. 530y ഈക്വൽ ടു, ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 604 74 മൈനസ് ചെയ്യുക. അപ്പോൾ 0 ഇവിടെ 3 530. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? x - y = 1. ഇത് ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4. ഇനി ഇതിനെ രണ്ടിനെ സോൾവ് ചെയ്യുക. ഇത് എപ്പോഴും ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും. അതായത് ഇങ്ങനെ കോഎഫിഷ്യന്റ് മാറി വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇക്വേഷൻ 1 ഉം 2 ആഡ് ചെയ്യുക, പിന്നെ 1 ഉം 2 മൈനസ് ചെയ്യുക. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും, പിന്നെ സോൾവ് ചെയ്യുക. ഇവിടെ ഇപ്പം നമുക്ക് എലിമിനേഷൻ ചെയ്യാനാണ് എളുപ്പം. x + y = 3, x - y = 1. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക. 2x = 4, x = 4/2 2 കിട്ടി. x 2 കിട്ടിക്കഴിഞ്ഞാൽ y 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടല്ലോ, x = 2, y = 1. ഇങ്ങനെ ചെയ്യാം. ഇതിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ 5x - y = 5 ആൻഡ് 3x - y = 3. ഡിറ്റർമൈൻ ദ coordinates of the vertices of the triangle formed by these lines and the y-axis. അത് നിങ്ങൾ ഗ്രാഫ് വരഞ്ഞു നോക്കുക. അതിൻ്റെ പോയിന്റ് മാത്രം കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞുതരാം. ഗ്രാഫ് വരഞ്ഞു നോക്കിയിട്ട് y-axis നിന്ന് അതിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരിക. എന്നിട്ട് അതിൻ്റെ വെർട്ടിസസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 5x - y = 5. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x - y = 3. 3x - y = 3. രണ്ട് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ആദ്യം ഗ്രാഫ് വരയാൻ വേണ്ടിയിട്ടുള്ളത്
വൈ. ഇവിടെ 5x മൈനസ് വൈ ഈക്വൽ ടു 5 എന്നാണുള്ളത്. അപ്പോൾ y ഈക്വൽ ടു 5x മൈനസ് 5 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. -5 ആയതുകൊണ്ട് അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി 5നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ y ഈക്വൽ ടു 5x മൈനസ് 5. ഞാനിവിടെ എക്സിന് 1 കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് y എന്ന് പറയുന്നത് 5 മൈനസ് 5 0 കിട്ടി. അതുപോലെ എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ 10 മൈനസ് 5 5 y 5 കിട്ടി. എക്സിന് 3 കൊടുക്കുകയാണെങ്കിൽ y ഈക്വൽ ടു 15. 5 × 3 15. 15 മൈനസ് 5 10. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് കിട്ടി 1 0 2 5 3 10 വെച്ചിട്ട് ഗ്രാഫ് വരിക. അതുപോലെ ഇനി 3x മൈനസ് വൈ ഈക്വൽ ടു 3x മൈനസ് വൈ ഈക്വൽ ടു 3. അപ്പോൾ y ഈക്വൽ ടു 3x മൈനസ് 3. ആദ്യം എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് y എന്ന് പറയുന്നത് ഇവിടെ 0 ആയി. എക്സിന് 2 കൊടുക്കുക. y എന്ന് പറയുന്നത് 3 × 2 6. 6 മൈനസ് 3 3. എക്സിന് 3 കൊടുക്കുക. y എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 3 × 3 9. 9 മൈനസ് 3 6. അപ്പോൾ നമ്മുടെ പോയിന്റ് കിട്ടി 1 ഇത് എക്സ് ഇത് y 1 0 സോറി 1 0 2 3 3 6 വെച്ചിട്ട് ഗ്രാഫ് വരിക. ഗ്രാഫ് വരഞ്ഞതിന് ശേഷം 2 ഗ്രാഫും കൂടി ഇങ്ങനെ ഇത് ഈ ഭാഗത്തേക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഗ്രാഫ് കറക്റ്റായിട്ട് പേപ്പറിൽ വരഞ്ഞു കഴിഞ്ഞാൽ അതായത് y ആക്സിസിലേക്ക് ഷെയ്ഡ് ചെയ്യുക. ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആയിരിക്കും കിട്ടുക. എന്നിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവില്ല, അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് എഴുതുക. അതാണ് അതിൻ്റെ വെർട്ടിസസ്. എക്സ് ആക്സിസിൽ എത്രയാണ്, വൈ ആക്സിസ് എത്രയാണ്. അതായത് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ലീനിയർ ഇക്വേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ചാപ്റ്ററിലും പോളിനോമിയൽസിൻ്റെ ലീനിയർ ഇക്വേഷനിൽ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇതുവരെ CBSE ചോദിച്ചതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ടിൽ എഴുതി വെക്കുക, നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ.